ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ എണീറ്റു. പിന്നെ മോന് കൊണ്ടുപോകാനുള്ള, അവന് ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. അപ്പം അവന് കൊണ്ടുപോകാനുള്ള ചോറും കറികളും രാവിലത്തെ ചായയൊക്കെ ഇനി പാലും കൂടി ആവാനുള്ളൂ കേട്ടോ. ഇതിങ്ങനെ കൊടുത്ത ആൾ കുടിക്കില്ല, ഇതിലെന്തെങ്കിലും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എന്തായാലും കുഴപ്പമില്ല, ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ഹോർലിക്സോ, ഇനി വെറും ഈ ശർക്കര മാത്രം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ കുടിച്ചോളൂ കേട്ടോ. ഞാൻ പഞ്ചസാര ഇടാറില്ല കേട്ടോ മക്കൾക്ക് കൊടുക്കുന്നതിൽ. ഞാൻ ശർക്കര അങ്ങനെ ഒന്നായിട്ട് ഉരുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ എടുത്ത് തിരക്കുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ചൂടൊന്ന് തണിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുക. ആൾ കുടിക്കാൻ നേരമൊക്കെ ആകുമ്പോൾ അതിന് നല്ലോണം ചൂട് മാറിക്കോളൂ കേട്ടോ. അങ്ങനെ അത് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. പിന്നെയാണ് അവന് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഓരോ പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റണം. ചോറാണ് കേട്ടോ ഇന്ന് കൊടുത്തു വിടുന്നത്. എല്ലാ ദിവസവും ഉച്ചത്തേക്ക് ചോറ് തന്നെയാണ് കൊടുത്തു വിടുക. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് സ്നാക്സിന് ഞാൻ കൊടുത്തു വിടാറ്. ചായൻ്റെ കന അത് തന്നെയാണ് കേട്ടോ കൊടുത്തു വിടൽ. പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറിൻ്റെ കൂടെ ഇന്ന് പച്ചക്കറിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ പിന്നെ ഇത് പൂരി സ്നാക്സിനുള്ളതാണ്. ഇന്ന് രാവിലെ പൂരിയാണ്. പൂരി ഇന്ന് പൊന്തി വന്നിട്ടൊന്നുമില്ല, എന്ത് പറ്റിയെന്നറിയില്ല. മാവിൽ വെള്ളം കൂടിയിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഞാനിതാ പൂരി സ്നാക്സ് ബോക്സിലേക്ക് ആക്കിയിട്ട് എടുത്തു വെച്ച്. ഇനി അടുത്തത് ഇന്ന് ലഞ്ചിന് കൂടെ കഴിക്കാൻ എന്തെങ്കിലും പൊരിച്ചത് എന്തെങ്കിലും വേണം കേട്ടോ ആൾക്ക്, അല്ലെങ്കിൽ പപ്പടെങ്കിലും വേണം. അപ്പോൾ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് കുറച്ചെടുത്തിട്ട് അവൻ്റെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. സെയിം പാത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനുള്ള പാത്രമാണ്, ഇത് സ്നാക്സിൻ്റെ കൂടെ കഴിക്കാനുള്ള പാത്രമാണ്. അപ്പോൾ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലില്ല കേട്ടോ. അപ്പോൾ അവർക്ക് എളുപ്പത്തിന് എടുക്കാമല്ലോ. അപ്പോൾ ഞാനിന്ന് മുരിങ്ങക്കായാണ് കേട്ടോ കറി വെച്ചത്. അപ്പോൾ അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറിന് 2 വിഭവമേ ഉണ്ടാവുള്ളൂ കേട്ടോ, കറിയും പിന്നെ എന്തെങ്കിലും ഒന്ന് പൊരിച്ചത്, മുട്ടയോ എന്തെങ്കിലും. പിന്നെ പൂരിക്ക് കറി വേണ്ട കേട്ടോ. ആൾ പൂരി അങ്ങനെയാണ് കഴിക്കുക, കൊടുത്തു വിട്ടാലും കഴിക്കില്ല. പിന്നെ അതാ വെള്ളം ഞാൻ തലേ ദിവസം തിളപ്പിച്ച് വെക്കലാണ് ചെയ്യുക, ചൂടുള്ള വെള്ളം കുടിക്കില്ല. അപ്പോൾ ഞാനിത് അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തത്തെ ബാക്കിയുള്ള പണികളൊക്കെയാണ്. ഇനി അവനെ എണീപ്പിച്ച് കുളിപ്പിക്കണം, മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ പുറത്ത് കുറേശ്ശെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കർക്കിടകം 1 ശീബോധി വെക്കാനുണ്ട്. അപ്പോൾ അതിന് അല്ലെങ്കിലും ഡെയിലി ആദ്യം തന്നെ നമ്മുടെ കൊലായി ഉണ്ടല്ലോ, അത് ഞാൻ അടിച്ചു വാരി തുടച്ചിടും കേട്ടോ. അപ്പോൾ വാതിൽ തുറക്കാൻ കാത്തിക്കും ചെറിയ ആൾ പുറത്തേക്ക് ചാടാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ആൾ എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട് പുറത്തേക്ക് നോക്കിയിട്ട്. അപ്പോൾ ഞാൻ കുളിപ്പിച്ച് തരാം വാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറ്റിയത്. വരുന്നില്ല, അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കഥകൾ പറയും. എനിക്കതൊന്നും കേട്ട് നിൽക്കാനുള്ള സമയം അപ്പം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുളിപ്പിച്ച് തരാം വേഗം അകത്തേക്ക് കയറിക്കാൻ അപ്പോൾ ഓടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ച് പിന്നെ ആളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ചാട്ടവും മറച്ചിലൊക്കെയാണ്. വിളിച്ചാലും വരില്ല, കട്ടിലിൻ്റെ അങ്ങേ തലേ പോയി എത്തും. ഞാൻ കയറി പോയിട്ട് വേണം പിടിക്കാൻ. അപ്പോൾ ഈ ക്രീമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കിട്ടും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ആളെ വേഗം മാറ്റിച്ച് ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കില്ല പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. അപ്പോഴത്തേന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മേലെ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ആക്കും. പിന്നെ അതാ കുത്തി പറയുന്ന കണ്ടില്ലേ. പിന്നെ ഞാൻ വലിയ ആളെയും കുളിപ്പിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും പോയി വേഗം പെട്ടെന്ന് ഷടപടാ എന്നുള്ള കുളിയാണ് കേട്ടോ രാവിലെ. തീരെ നേരം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ മറ്റേക്ക് ചായ കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ വേദു വന്നിട്ട് കളിക്കുന്നതാണ് കേട്ടോ. അത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ടും വെള്ളം കുടിപ്പിച്ചിട്ടും ഒക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. വലിയ ആൾ അതൊക്കെ സഹിച്ച് മിണ്ടാതെ ഇരിക്കും കേട്ടോ, ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഞാനിതാ ശീബോധി വെക്കുന്നുണ്ട്. ശീബോധി എന്ന് തന്നെയല്ലേ എല്ലാ സ്ഥലങ്ങളിലും പറയാം. അപ്പോൾ ഞാൻ ഭസ്മം കൊണ്ട് ആ പലക ആദ്യം നമ്മൾ കഴുകണം, എന്നിട്ട് ഭസ്മം കൊണ്ട് 3 വര വരയ്ക്കണം. ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ദേവീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ വയ്ക്കൽ കിണ്ടിയും വെള്ളവും പിന്നെ വിളക്കും ചന്ദനത്തിരിയുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പട്ട് വയ്ക്കുന്നവരുണ്ട്, വാൽക്കണ്ണാടി വയ്ക്കുന്നവരുണ്ട്, പിന്നെ അതുപോലെ രാമായണം വയ്ക്കുന്നവരുണ്ട്. അങ്ങനെ പല പല സ്ഥലങ്ങളിലും പല പല പോലെ ആവും കേട്ടോ. പക്ഷെ ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുക. എണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിക്കും, പിന്നെ ചന്ദനത്തിരിയും പിന്നെ കിണ്ടിയും വെള്ളം കേട്ടോ. അത് കൊളുത്തിയിട്ട് ഞാൻ
പുറത്താണ് കേട്ടോ വെക്കുക. ചിലർ അത് അകത്ത് വെക്കും, ചിലർ പൂജാമുറിയിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൊലായിലാണ് കേട്ടോ വെക്കുക. കൊലായി നല്ല വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ചതിന് ശേഷം കൊലായിൽ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ ഇതിൽ ദശപുഷ്പങ്ങൾ വെക്കും കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് മുക്കുറ്റിയാണ്. മുക്കുറ്റിയും പിന്നെ തുളസിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ അതിൽ വെച്ച് മുക്കുറ്റി ഞാൻ തലേ ദിവസം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതാണ് അങ്ങനെ ഉണങ്ങിപ്പോയ പോലെ. തുളസി ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ പറിച്ച് വെച്ചതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ദേവൂട്ടനെ സ്കൂളിൽ പോകാൻ ഇനി 5 മിനിറ്റും കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞാൻ അവനെ ബെൽറ്റൊക്കെ ഇടിപ്പിച്ച് മാറ്റിക്കുകയാണ് കേട്ടോ. ഇനി ഇതും കൂടി ഉള്ളതും കൂടി കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്ന് ആൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ പറയുകയാണ്, കളിച്ചിരിക്കരുത്, കളി ലേശം കൂടുതലാണ്, കളിച്ചിരിക്കരുത്, പഠിച്ചതൊക്കെ എഴുതണം, പഠിച്ചാലും എഴുതില്ല ചില സമയത്ത്, കളിച്ചിരിക്കും. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞ് വിടുകയാണ്, നല്ലോണം ശ്രദ്ധിച്ച് എഴുതണം, ഫസ്റ്റ് വാങ്ങണം ഒക്കെ അങ്ങനെ പാടി കൊടുക്കണം ആൾക്ക് എന്നും. അപ്പോൾ ഞാനിതാ പുറപ്പെടുവിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് അടച്ചിട്ടില്ലായിരുന്നു, ചൂട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തുറന്ന് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അടച്ചിട്ട് കിറ്റിലേക്ക് ഓരോന്നായിട്ടൊന്നും കൂടി ഒക്കെ എടുത്ത് വെച്ചിട്ടില്ലേന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറും കറിയും പിന്നെ സ്നാക്സിന് പൂരി അതിനെക്കൊണ്ട് പിന്നെ അതിന് കറി വേണ്ടവന്, പിന്നെ ടവലും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്തിട്ട് വേഗം ഇറങ്ങുകയാണ്, സമയമായി. ഇനി ഒരു 2 മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ സാറ് വീട് കേട്ടോ. അപ്പോൾ അവനെ ആക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നേരെ അമ്പലത്തിലേക്കും പോകാൻ. ആളെയായിട്ട് പോകാൻ സമയം ഉണ്ടാവില്ല, പിന്നെ ഒരുപാട് നേരത്തെ എണീപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് അവൻ പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോവുക അമ്പലത്തിൽ. അതെപ്പോഴും പരാതി പറയും, അമ്മ എന്നെ കൊണ്ടുപോയില്ല അമ്പലത്തിലേക്ക്. അപ്പോൾ ഈ ഷൂവും സോക്സും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് പോകാനും പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ കുറേ നേരത്തെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സമയം അവൻ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ആളെ ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോഴേ വിളിച്ചെണീപ്പിക്കുകയുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് ആളെ കുളിയും ചായയും പുറപ്പെടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണം. 8:05 അവിടുന്ന് വണ്ടി എടുക്കുക. അപ്പോൾ അതാ ഓടുകയാണ്, വഴുക്കുകയാണെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കില്ല, ഏട്ടൻ്റെ കയ്യും പിടിച്ചിട്ട് ഓടുകയാണ്. അപ്പോൾ വണ്ടി തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ഉള്ളിലേക്ക് ആക്കി കയറാൻ. അപ്പോൾ അതിന് പിന്നെ സാറ് വന്നിട്ട് അവർ പോയിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ആ വണ്ടി പോണ ആ വളവിൻ്റെ അവിടെ തന്നെയാണ് അമ്പലം. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ചക്ക വീണെടുക്കുന്നത് കണ്ടപ്പോൾ ആളത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ വീണിട്ടുള്ളൂ തോന്നുന്നുണ്ട്, അതിൻ്റെ കറിയൊക്കെ ഒഴിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് തൊടല്ലേ എന്ന് പറഞ്ഞതാണ് ഞാൻ. പിന്നെ ഇന്ന് അതിനെക്കൊണ്ട് കുറച്ച് പൂജകൾ